തൃശൂരിൽ നിയന്ത്രണം വിട്ട കാർ അപകടത്തിൽപ്പെട്ടു. എളനാട് നിന്ന് പഴയന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആളപായമില്ല. തൃശൂരിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ CMP പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PRN നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ CMP തൃശൂർ ഏരിയ കമ്മിറ്റി വിയ്യൂർ പവർ ഹൗസിന് മുന്നിലും പ്രതിഷേധിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PRN നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നവോദയ വിദ്യാലയയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 2 കുട്ടികൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നൌഫൽ അബ്ദുള്ളയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ആദ്യ ചിത്രം നൈറ്റ് റൈഡേഴ്സിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറക്കി. മാത്യു തോമസ് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ മോഷൻ പോസ്റ്ററും പുറത്തിറക്കി. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര അവഗണന ആരോപിച്ച് കാസർഗോഡ് സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സർക്കാർ അധ്യാപകരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഭരണഘടനാ ശില്പി BR അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് തൃശൂർ പാവറട്ടിയിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. അമിത്ഷായുടെ കോലം കത്തിച്ചു. യോഗം KPCC സെക്രട്ടറി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. ശലഭങ്ങളോടൊപ്പം ഒരു ദിനം എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ഉപമേധാവി VA ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളും ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ഗണേശമംഗലം SMUP സ്കൂളിലും ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മേത്തല സർവീസ് ബാങ്കിന്റെ 55ാമത് വാർഷിക പൊതുയോഗം നടന്നു. TKSപുരം KPMUP സ്കൂളിൽ നടന്ന യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP രമേശൻ അധ്യക്ഷനായിരുന്നു. എറണാകുളം ശാസ്താംകുളങ്ങരയിൽ പ്രതിഭാസംഗമവും പരിശീലന ക്ലാസുകളും സംഘടിപ്പിച്ചു. നരേന്ദ്രപ്രസാദ് ഫൗണ്ടേഷൻ ബാലവേദിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി.